കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ മാത്രം ഖബറടക്കാനായി ഒരു ഖബർസ്ഥാൻ. ജിദ്ദയ്ക്കടുത്ത ദഹ്ബാൻ ഖബർസ്ഥാനെയും ആ ഖബറാളികളെ കൂട്ടുകാരെയും പരിചയപ്പെടാം. ജിദ്ദ നഗരത്തിൽ നിന്നും ഏതാണ്ട് 60 കിലോമീറ്റർ അകലെയാണ് ദഹ്ബാൻ ഖബർസ്ഥാൻ ഉള്ളത്. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് മാത്രമായുള്ള അന്ത്യവിശ്രമ കേന്ദ്രം. മലയാളികൾ ഉൾപ്പെടെ കോവിഡ് മൂലം ജിദ്ദയിൽ മരിച്ച നൂറുകണക്കിന് ആളുകൾ ഇവിടെ അന്തിയുറങ്ങുന്നു. കോവിഡിന്റെ തുടക്കം മുതൽ ഈ ഖബർസ്ഥാനിൽ ഓടി നടക്കുന്ന ചില മലയാളികളെ കാണാം. ജലീൽ ഒഴുകൂരിന്റെയും മുഹമ്മദ് കുട്ടി പാണ്ടിക്കാടിന്റെയും നേതൃത്വത്തിലുള്ള ജിദ്ദ KMCC വെൽഫെയർ വിഭാഗം. സ്വന്തക്കാരുള്ളതും ഇല്ലാത്തതും ഉണ്ടായിട്ടും ഏറ്റെടുക്കാത്തതുമായ മൃതദേഹങ്ങൾക്കെല്ലാം കൂട്ടിനുള്ളത് ഈ പ്രവർത്തകരാണ്. ദേശഭാഷ വ്യത്യാസമില്ലാതെ മൃതദേഹങ്ങൾ ഏറ്റെടുത്ത് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു ഈ സന്നദ്ധ സേവകർ. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നുമില്ലാതെ ഇവിടെ മറവ് ചെയ്തു പോകുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ മലയാളികൾ, പ്രത്യേകിച്ച് കേരളക്കാരായ ഒരു സന്നദ്ധ സേവന സംഘടന ഇവിടെ വന്ന് നിരന്തരം വന്നുകൊണ്ട് ഇവിടെ മറവ് ചെയ്യുന്നത് കണ്ടിട്ട് ഈ മക്ബറയിലുള്ള ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും വളരെ അത്ഭുതമായിട്ട് അവർ ഇടയ്ക്ക് പറയാറുണ്ട്. ജിദ്ദയിൽ കോവിഡ് ബാധിച്ച് മരിച്ച 89 മൃതദേഹങ്ങൾ ഇതിനകം KMCC വെൽഫെയർ വിഭാഗം ഏറ്റെടുത്ത് സംസ്കരിച്ചു. ഇതിൽ 34 മലയാളികളുടേതായിരുന്നു. കോവിഡ് മരണമല്ലാത്ത 56 മൃതദേഹങ്ങളും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഈ കാലയളവിൽ ഇവർ മറവ് ചെയ്തു. കോവിഡ് മൂലം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യവിശ്രമ സൌകര്യം ഒരുക്കുന്നതോടൊപ്പം ഇതുപോലുള്ള നിസ്വാർത്ഥ സേവനങ്ങൾക്ക് സാക്ഷ്യപത്രം കൂടിയാണ് ഈ ഖബർസ്ഥാൻ. ദഹ്ബാൻ ഖബർസ്ഥാനിൽ നിന്നും ജലീൽ കണമകലം, 24. അബീർ ഗൾഫ് ഫോക്കസ് സമർപ്പിക്കുന്നത് അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. പവേർഡ് ബൈ ലുലു, where the world comes to shop safely. In association with സ്നേഹം പോലെ ഒരു ആതുരാലയം, ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ, ജിദ്ദ. Nesto hypermarket, supermarket and department store. Gazelle hypermarket, Marina Plaza, Badha, Riyadh.